ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവാര TV സീരിയലിലേക്ക് സ്വാഗതം. സന്തോഷത്തോടു കൂടി ബാറിലേക്ക് പോകാൻ നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. അവിടത്തേക്ക് നവ്യ വരുന്നു. നവ്യയെ കാണുന്ന അബി ഭയക്കുന്നുണ്ട്. കാരണം ബാറിലേക്കാണ് താൻ പോകുന്നതെന്നറിഞ്ഞാൽ നവ്യ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് നവ്യ അന്വേഷിക്കുമ്പോൾ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് നുണ പറയുന്നു. ഈ സമയം അബിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അത് നവ്യ ആണ് എടുക്കുന്നത്. ബാറിലേക്ക് എപ്പോഴാണ് വരുന്നതെന്ന് ഫ്രണ്ട് അന്വേഷിക്കുമ്പോൾ നവ്യയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. ഇങ്ങനെ കുടിച്ച് നടക്കുന്ന നേരം ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നോക്ക്. എന്നാലല്ലേ എല്ലാവരും നിന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ. എന്നാലാണ് എനിക്ക് MD സ്ഥാനത്തിൻ്റെ സംസാരം വരുമ്പോൾ നിൻ്റെ പേര് പറയാൻ പറ്റുകയുള്ളൂ. നീ നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് നടക്കാനാണ് പ്ലാനെങ്കിൽ നിർമ്മലിൻ്റെ വിഷയം നീയാണ് ചെയ്തതെന്ന് ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞു വിശ്വസിപ്പിക്കും. പിന്നെ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും നീ ചെയ്യിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ടെൻഷനായി അഭി നിൽക്കുന്നു. പിന്നീട് കിച്ചണിൽ തകൃതിയായി പണിയെടുക്കുന്ന കനകയെയും നവ്യയെയും കാണിക്കുന്നു. അവിടത്തേക്ക് നയന വരുന്നു. എന്താണ് അമ്മേ, ഞാൻ വരുമ്പോഴേക്കും എല്ലാ പണിയും തീർന്നു. എന്താണിന്ന് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു. എല്ലാ പണിയും തീർന്നു. ഇന്ന് എല്ലാം മുരിങ്ങക്കായ വിഭവങ്ങളാണ്. മുരിങ്ങക്കായ ഉപ്പേരി, മുരിങ്ങക്കായ സാമ്പാർ, മുരിങ്ങയില തോരൻ, മുരിങ്ങപ്പൂ ഉപ്പേരി, മുരിങ്ങയില രസം, എല്ലാം മുരിങ്ങ കൊണ്ടാണ് എന്ന് കനക പറയുമ്പോൾ അതെന്താ അമ്മേ, ഇന്ന് എല്ലാം മുരിങ്ങ കൊണ്ട്? ഇതൊക്കെ ആർക്കാണ്, എന്തിനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ കണ്ണുരുട്ടി നിൽക്കുന്ന കനകയെ കാണിക്കുന്നു. അപ്പോൾ നവ്യയ്ക്ക് കാര്യം മനസ്സിലാക്കുകയും ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും നയനയെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. പിന്നീട് കലിപ്പിലിരിക്കുന്ന അബിയെ കാണിക്കുന്നു. അവിടത്തേക്ക് ജലജ വരുന്നു. ആ കനകയുണ്ടല്ലോ, അവൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാമോ? നിന്നെ എൻ്റെ വാക്കുകേട്ട് നടക്കുന്നത് ഇല്ലാതാക്കണം, നവ്യയുടെ വാക്കു കേൾക്കുന്നവനായി നിന്നെ മാറ്റണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. തെരുവിൽ നിന്നും വന്ന അവൾക്ക് ഇത്ര അഹങ്കാരമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അബി, അമ്മ ആ പറഞ്ഞത് ശരിയാണ്, അതേ അഹങ്കാരമാണ് മകൾക്കും കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്ക് അറിയോ എത്ര സന്തോഷത്തോടെയാണ് ഞാൻ ബാറിലേക്ക് പോകാൻ നിന്നതെന്ന്. അപ്പോൾ അവൾ വന്നിട്ട് നീ ബാറിൽ പോയാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞു എന്ന് പറയുന്നു. എല്ലാം പറഞ്ഞതിന് ശേഷമാണ് അമ്മയോട് അബദ്ധത്തിലെല്ലാം വിളിച്ചു കൂവിയെന്ന് അഭി ചിന്തിക്കുന്നത്. ഇത് കേട്ട് ജലജയ്ക്ക് ദേഷ്യം വരുന്നു. നിനക്ക് ആ നവ്യ തന്നെയാണ് കറക്റ്റ്. വെറുതെ അല്ല അവൾ നിന്നെ ഇങ്ങനെ ഇട്ട് തട്ടുന്നത്. നിന്റെ സ്വഭാവത്തിന് അവൾ തന്നെയാണ് കറക്റ്റ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഭി ജലജയെ നോക്കുമ്പോൾ നീ പേടിക്കണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞാൻ അവളെ മരുമകളായി കാണാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ കുടിച്ച് സ്വയം വിലയില്ലാത്തവനായി മാറാതെ ആ കനകയെയും അവളുടെ പുന്നാര മക്കളെയും എങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം എല്ലാവരും കഴിക്കാൻ വരുന്നതായി കാണിക്കുന്നു. നല്ല മണം വരുന്നത് കേട്ട മുത്തശ്ശൻ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു. എല്ലാം മുരിങ്ങ വിഭവങ്ങളാണ് എന്ന് കനക പറയുമ്പോൾ അതെന്താ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ കാരണമെന്ന് ആദർശ് ചോദിക്കുന്നു. മുരിങ്ങ വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയതിന് കാരണം ഇന്നത്തെ രാത്രി ആദർശിനെയും നയനയെയും ഒന്നിപ്പിക്കാനാണെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുകയും മുട്ടുവേദന മാറാൻ വൈദ്യൻ മുരിങ്ങ വിഭവങ്ങൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞതാണെന്നും പറയുന്നു. എന്നാലും ദേവയാനിക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. നീ എന്തായാലും നോക്കിയിരുന്നോ എന്ന് ആദർശിനോട് പറയുന്നു. പിന്നീട് ആദർശ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ കനകയ്ക്കും നവ്യയ്ക്കും സന്തോഷമാവുകയും ഇന്ന് രാത്രി ആദർശനും നയനയും ഒന്നാകുമെന്നും പറഞ്ഞ് സന്തോഷിക്കുന്നു. പിന്നീട് രാത്രി സന്തോഷത്തോടു കൂടി മുല്ലപ്പൂമൊട്ടുകൾ കൊണ്ടുപോകുന്ന കനകയെ കാണിക്കുന്നു. ഈ സമയം ആദർശ് ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയും ഉറക്കം വരുമ്പോൾ നിർത്തിവെച്ച് പോകാൻ നിൽക്കുന്നതായും കാണിക്കുന്നു. ആദർശിൻ്റെ കയ്യിൽ എങ്ങനെ ഈ പൂ ഏൽപ്പിക്കുമെന്ന് ചിന്തിച്ച് കനക നിൽക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുകയും ഞാൻ ഈ പൂ ആദർശിൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. മുത്തശ്ശി ആദർശിനെ പൂ ഏൽപ്പിക്കുമ്പോൾ എന്തിനാണ് മുത്തശ്ശി ഇതെന്ന് ചോദിക്കുന്നു. ഇത് നീ നയനയെ ഏൽപ്പിക്കേ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നു. എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്? രാവിലെ മുരിങ്ങ വിഭവങ്ങൾ, രാത്രി മുല്ലപ്പൂ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആദർശ് ചിന്തിക്കുന്നു. മുല്ലപ്പൂ ആദർശിൻ്റെ കയ്യിലെത്തിയത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.